ഹലോ ഗെയ്സ്, ഞങ്ങളിവിടെ മൈജി ഷോറൂമിലാണ്. മൊബൈൽ മേടിക്കാൻ പോയതാണ്. റെഡ്മീൻ്റെ ഫോണാണ് മേടിച്ചത്. അടിപൊളി ഫോണാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഫോണിന് എല്ലാ ടൈപ്പും ഉണ്ട്. റെഡ്മീൻ്റെ ഫോണാണിത്. സ്റ്റോറേജും എല്ലാം ഉണ്ട്. 20,000 രൂപ. 20,000 രൂപയുടെ ഫോണാണ് മേടിച്ചത്. ചാർജറും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നല്ല അടിപൊളി ഫോണാണ്. ഫുൾ സ്ക്രീനാണ്. ഇതാണ് ഫോൺ, റെഡ്മി. റെഡ്മിയാണ് ഫോൺ. ഞങ്ങൾ സാംസങ് മേടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ അയാൾ പറഞ്ഞു സാംസങ്ങിനേക്കാളും നല്ല റെഡ്മിയാണ്. അങ്ങനെയാണ് റെഡ്മി മേടിച്ചത്. നല്ല ഫോണാണ്. ഒരുപാട് ഫോണെല്ലാം ഉണ്ട്. വലിയ ഷോറൂമാണ് കേട്ടോ. മൈജി, തൃശ്ശൂർ മൈജിയിലാണ് പോയത്. ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ. അതാണ് ഫോണ്. നല്ല അടിപൊളി ഫോണാണ്. മൈജിയൊക്കെയാണ് മേടിച്ചിട്ടോ. എനിക്ക് ഫോണുണ്ട്. എൻ്റെ ഫോൺ ഒപ്പോ ലെനോ 50. അത് നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ള ഫോണാണ് കേട്ടോ എൻ്റെ ഫോൺ. ഇത് കുഴപ്പമില്ല, നല്ല ഫോണാണ് കേട്ടോ. റെഡ്മി നല്ല കമ്പനിയാണ്. പിന്നെ നല്ല അടിപൊളി ഫോണാണ്. സ്റ്റോറേജൊക്കെ ഉണ്ട്. റാമുണ്ട്. $20,000 രൂപ. അത് ഇൻസ്റ്റാൾമെൻ്റ് കേട്ടോ. 10,000 രൂപ കൊടുത്തത്. ബാക്കി ഇൻസ്റ്റാൾമെൻ്റാണ് അടിച്ചത്. ബാക്കി 10,000 ഇൻസ്റ്റാൾമെൻറ്റ്. നല്ല ഫോണായിരുന്നു. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഫോണിലത്തെ എല്ലാം ഉണ്ട് ഷോപ്പിൽ. നല്ല വലിയ ഷോപ്പാണ്. ഞങ്ങളിപ്പോൾ മൈജിയിൽ നിന്ന് എടുക്കാറ് കേട്ടോ. മൈജിത്തെ നല്ലതാണ്, എല്ലായിടത്തും നല്ലതാണ്. പക്ഷെ ഞങ്ങളധികം പർച്ചേസ് ചെയ്യാറ് മൈജിയിൽ നിന്നാണ്. എൻ്റെ ഫോൺ മൈജിയിൽ നിന്ന് എടുത്തത്. ഈ ഷോറൂമിൽ തന്നെ എടുത്തത്. നല്ല ഫോണാണ്. അപ്പോഴും കേടൊന്നും ആയിട്ടില്ല എൻ്റെ ഫോൺ. വലിയ ഷോറൂമാണ്.
ഒരുപാട് മൊബൈൽ ഫോണും എല്ലാം ഉണ്ട്. സെയിൽസൊക്കെ നല്ല എന്താണ് ഇതിൻ്റെ ഡാറ്റയൊക്കെ മറ്റേക്ക് സെൻഡ് ചെയ്താണ്. ആദ്യമായിട്ടോ ഞങ്ങൾ റെഡ്മി ഫോൺ മേടിക്കുന്നത്. ഇതിനു മുമ്പ് റെഡ്മി ഒന്നും മേടിച്ചിട്ടില്ല, സാംസങ് ആയിരുന്നു. ആദ്യം സാംസങ് ആയിരുന്നു ഇഷ്ടം, സാംസങ്ങിൻ്റെ ഫോൺ. പിന്നെ ഫോണ് നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല ഫോണാണ് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന ഫോണിന് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് പുതിയത് മേടിക്കാമെന്ന് വിചാരിച്ച. ഷോറൂമിൻ്റെ ഉൾവശമൊക്കെയാണിത്. വലിയ ഷോറൂമാണ്, എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് അല്ല, AC എല്ലാം ഉണ്ട്. മൊബൈൽ മാത്രമല്ല, AC ഒക്കെ ഉണ്ട്. ഇതാണ് ഫോണിൻ്റെ ബോക്സാണത്, 15A. റെഡ്മി നല്ല വലിയ ഷോറൂമാണ്. ഞങ്ങൾ വേറെ മണ്ണാർക്കാടായാലും മൈജിന്നാണ് എടുക്കാറ്. ഒരുപാട് ഫോണുണ്ട് കേട്ടോ, ഐഫോണ്, എല്ലാ മോഡൽ ഫോണും ഉണ്ട്, കമ്പനി ഫോണുകൾ. അതിന് പുറത്ത് ഒട്ടിക്കുകയാണ് മറ്റേ കവറൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ, ഫോണിൻ്റെ കൂടെ തന്നെ. അതൊക്കെ ഫ്രീ ആണ്. ഫുൾ സ്ക്രീനാണ്. ഞങ്ങൾ ഫ്രിഡ്ജ് മേടിച്ചു, പുതിയ ഫ്രിഡ്ജ് മേടിച്ചാണ്. ഫ്രിഡ്ജ് ബോഷാണ്, ഫ്രിഡ്ജിൻ്റെ ജർമ്മൻ കമ്പനിയാണ്. മറ്റേ നല്ല അടിപൊളി ഫ്രിഡ്ജ്, നോൺ ഫ്രോസ്റ്റാണ് ഫ്രിഡ്ജ്. 90,000 രൂപയായി. നല്ല അടിപൊളി ഫ്രിഡ്ജാണ്, പുതിയ മോഡലാണ് ഫ്രിഡ്ജ്.
എൻ്റെ ഉൾവശമാണ്. ഇതാണ് ഫ്രീസർ. ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാട്ടോ മേടിച്ചത്. ഡബിൾ ഡോർ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഫ്രീസറിനൊരു ഡോറ്, വേറൊരു ഡോർ, അങ്ങനത്തെ ഫ്രിഡ്ജാണ് മേടിച്ചത്. അടിപൊളിയാണ് ഫ്രിഡ്ജ്. കളറ് കുഴപ്പമില്ല. കളറൊരു ഗ്രേ കളർ പോലത്തെ കളറാണ് ഫ്രിഡ്ജിൻ്റെ. തൃശ്ശൂർ വേളൂസിനാണ് മേടിച്ചത്. ഇതാണ് ഫ്രിഡ്ജ്. കളറാണ് ഈ കളർ കേട്ടോ. ഇതാണ് ഫ്രിഡ്ജ്. അത് വേറെ തൃശ്ശൂരിനടുത്തൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. വേളൂസ് എന്ന് പറയും ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഫ്രിഡ്ജ്. ഞാൻ കുറച്ച് പച്ചക്കറികൾ മേടിച്ചതാണ്. ചീര മേടിച്ചു. ഒക്കെപ്പാട് 500 രൂപയായി പച്ചക്കറി. ചീര, ക്യാരറ്റ്, നല്ല ഫ്രഷ് പച്ചക്കറി കേട്ടോ. വില കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബീൻസ് മേടിച്ചു. പയർ മേടിച്ചു. പിന്നെന്താ മേടിച്ചു? വഴുതനങ്ങ മേടിച്ചു. എല്ലാ പച്ചക്കറിയും ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളരിക്ക മേടിച്ചു. പിന്നെ വഴുതനങ്ങ മേടിച്ചു. കാസ്പിക്കം മേടിച്ചു. കുറേ ഐറ്റംസ് മേടിച്ചു. പുതിയ ഫ്രിഡ്ജ് മേടിച്ചായിരുന്നു. അതിൽ വെക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾ മേടിച്ചു. ആദ്യം ഞങ്ങൾക്ക് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രിഡ്ജില്ലാണ്ട് വെജിറ്റബിൾസൊക്കെ കേടുവന്നില്ല. അപ്പോൾ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. പിന്നെ പച്ചക്കറിക്ക് നല്ല ഫ്രഷായിരിക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മേടിച്ചു. തക്കാളി ഒക്കെ നല്ല പച്ചക്കറികളാണ്. പത്ത് ഫ്രൂട്ട്സിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സൊന്നും മേടിച്ചില്ല കേട്ടോ. നിപ്പ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രൂട്ട്സ് മേടിച്ചില്ല. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ വേറൊരാൾ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. അയാളെന്തിനാ വീഡിയോ പിടിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വെച്ച് തന്നു. ആ വെള്ളരിക്ക മേടിച്ചു കേട്ടോ. 500 സംതിങ് ആയിട്ടു. കുറച്ചധികം വെജിറ്റബിൾസ് മേടിച്ചാൽ മതി.
ഫ്രിഡ്ജുള്ളതുകൊണ്ട് കേടുകൂടാതിരിക്കുമല്ലോ കുറേ നാൾ. നല്ല അടിപൊളി പച്ചക്കറികളാട്ടോ ഗൈസ്. പിന്നെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ചില്ല. അത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ഒരു കിറ്റ് നിറയെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് പഴം ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, ഞാവൽപ്പഴം, അത് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ വെണ്ടയ്ക്ക് മേടിച്ചു. ആ ചേച്ചിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ പിടിക്കുന്നതിൻ്റെ. ഫ്രൂട്ട്സ് വേണ്ടിയെന്ന് ചോദിച്ചു ഇയാൾ, പക്ഷേ ഞങ്ങൾ ഫ്രൂട്ട്സൊന്നും മേടിച്ചില്ല. വെളുത്തുള്ളി മേടിച്ചു, സവാള മേടിച്ചു, കുറേ ഐറ്റംസ് മേടിച്ചു. തൂക്കണുണ്ട്. പിന്നെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കേട്ടോ. ചീരയൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു, എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെപ്പോഴും കടയിൽ നിന്ന് തന്നെ മേടിക്കാറ്, ഈ ചേച്ചിയുടെ കടയിൽ നിന്ന്. വെജിറ്റബിൾസൊക്കെ കവറിലൊക്കെ ഉണ്ട് അവർ. കവറിലാക്കി ഓട്ടോറിക്ഷയിൽ വെച്ച്. വേറെ പെൺകുട്ടി ഉണ്ടായിരുന്നു, അവരുടെ മകളാ തോന്നുന്നു. പച്ചക്കറികൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, മധുരക്കിഴങ്ങുണ്ടായിരുന്നു. ഞങ്ങളൊന്നും മേടിച്ചില്ല, കുറച്ചാണ് മേടിച്ചത്. തൃശ്ശൂരാണ് സ്ഥലം കേട്ടോ, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ. ഞങ്ങളവിടുന്ന് പഠിക്കാറ്. ചേച്ചി നോക്കണ്ടായിരുന്നു വീഡിയോ പിടിക്കുന്നുണ്ട്. നല്ല അടിപൊളി പച്ചക്കറി കിട്ടും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്. പച്ചക്കറികളൊക്കെ മേടിക്കാറ് ഇവിടെ നിന്ന് തന്നെ കേട്ടോ. ആ ചേട്ടൻ ഓരോ സെലക്ട് ചെയ്യണ്ടായിരുന്നു. പയറൊക്കെ നല്ല അടിപൊളി പയർ കേട്ടോ, നല്ല പുതിയ പയറാണ്. 3-4 ഐറ്റം പയറുണ്ടായിരുന്നു. ചേട്ടൻ വെജിറ്റബിൾസൊക്കെ സെലക്ട് ചെയ്യണ്ടായിരുന്നു. പയർ 3-4 മോഡൽ പയറുണ്ടായിരുന്നു കേട്ടോ. നാടൻ പയറുണ്ട്, വേറെ പയറുണ്ടായിരുന്നു, ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് പച്ചക്കറി.